പ്രിയപ്പെട്ട തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ വോട്ടർമാരെ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ തെക്കുംഭാഗം ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആ നാടിന് മുഴുവൻ പ്രിയങ്കരനായ, ആ നാട്ടുകാരോടൊപ്പം നിൽക്കുന്ന യുവത്വത്തിൻ്റെ പ്രതീകമായ പ്രിയപ്പെട്ട ഷിയാസാണ്. ഡിവൈഎഫ്ഐയുടെ നേതാവായും പ്രവർത്തകനുമായും ഒക്കെ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഷിയാസ്. ആ നാടിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും മുന്നിട്ട് നിന്ന ഒരാൾ കൂടിയാണ് പ്രിയപ്പെട്ട ഷിയാസ്. പ്രിയപ്പെട്ട ഷിയാസ് ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെക്കുംഭാഗം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നു. ചുറ്റിക അരിവാൾ നക്ഷത്രമാണ് ഷിയാസിൻ്റെ തിരഞ്ഞെടുപ്പ് അടയാളം. ഷിയാസിനെ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ നിങ്ങളുടെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, എവിടെയും തെരഞ്ഞെടുപ്പൊന്നുമില്ല. ഇത് കഴിഞ്ഞ ഡിസംബർ, അതായത് 2025 ഡിസംബർ കേരളത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തൊടുപുഴ, അതായത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ആ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമായ തെക്കുംഭാഗം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച LDF സ്ഥാനാർത്ഥി TS ഷിയാസ്, ആ ഷിയാസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മരണപ്പെട്ടു പോയ കോടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റെ മകൻ ബിനീഷ് കോടിയേരി പ്രചരണത്തിൻ്റെ ഭാഗമായി ഇറക്കിയ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. പഴയതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ ഇപ്പം ആ പഴയതിനിവിടെ കാര്യമുണ്ട്. കാര്യമെന്ന് പറയുന്നത് മറ്റൊന്നല്ല, ഈ തോറ്റ സഖാവ് തെക്കുംഭാഗം ഡിവിഷനിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് 8 നിലയിൽ മൂഞ്ചിയ സഖാവിനെ ഇന്നലെ പോലീസ് മാരക രാസലഹരിയുമായിട്ട് പിടികൂടിയിട്ടുണ്ട്. ഷിയാസിനെ മാത്രമല്ല പിടികൂടിയിരിക്കുന്നത്, കൂടെ ഡിവൈഎഫ്ഐയുടെ മറ്റ് ഷിയാസ് അടക്കം 4 പ്രതികളെയാണ്, 4 ആളുകളെയാണ് രാസലഹരിയുമായിട്ട് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതും ബിനീഷ് കോടിയേരിയും എന്താ തമ്മിൽ ബന്ധം? വലിയ ബന്ധമുണ്ടല്ലോ അല്ലേ? ബിനീഷ് കോടിയേരി എന്ന് പറയുന്നത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റെ മകനാണ്. ശരിയാണ്. മാത്രവുമല്ല, ഈ ബിനീഷ് കോടിയേരി 2024 മുതൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടം വരെയും, മാത്രവുമല്ല അത് കഴിഞ്ഞ് കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം നടക്കുന്ന ഘട്ടത്തിലും പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഇല്ലാതെ, പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കി നൽകാതെ, ഉണ്ടായിരുന്ന മെമ്പർഷിപ്പ് പുതുക്കി നൽകാൻ പാർട്ടി വിസമ്മതിച്ച് മെമ്പർഷിപ്പ് ഇല്ലാതെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നിലേക്കല്ല, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ തെക്കുംഭാഗം ഡിവിഷനിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് പ്രചരണം നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ തൊടുപുഴയിലെ തെക്കുംഭാഗത്തെ ഷിയാസുമായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും കേരളം കേട്ടിട്ടില്ല അല്ലേ? ഇപ്പം കേരളത്തിലെ എത്ര ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളുണ്ട്, ഏതൊക്കെയാണ് എന്ന് നമുക്കാർക്കെങ്കിലും അറിയോ? അപ്പം നമ്മുടെ പരിധിയിലുള്ളത് ചിലപ്പോൾ നമുക്കറിയായിരിക്കും, ചിലപ്പോൾ അതുപോലും അറിയില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, ആർക്കും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു തെക്കുംഭാഗം ഡിവിഷനിലെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലക്കാരനായിട്ടുള്ള, എന്നാൽ തിരുവനന്തപുരത്ത് ജീവിക്കുകയും വളരുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യന് എങ്ങനെയാണ് ഈ തെക്കുംഭാഗത്തെ TS ഷിയാസ് എന്ന് പറയുന്ന DYFIക്കാരനുമായിട്ട് എങ്ങനെയാണ് ഇത്ര അടുപ്പ ബന്ധം? അല്ല പിന്നെ ഈ പറയുന്ന കോടിയേരി സഖാവിൻ്റെ മകൻ എന്നുള്ള രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ച എല്ലാ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്ന് വേണ്ട എല്ലാത്തിലേക്കും മത്സരിച്ച എല്ലാ സഖാക്കൾക്കും വേണ്ടി ഇതുപോലെ വീഡിയോ ചെയ്യണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ TS ഷിയാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കോടിയേരി സഖാവിൻ്റെ മകൻ, ഏത് മകൻ? ED അറസ്റ്റ് ചെയ്ത് ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന കോടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് എന്താണ് ബന്ധം? കണക്ഷൻ വേണമല്ലോ. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? എന്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ ഒരു എന്താ പറയേണ്ടത്, ബിനീഷ് കോടിയേരി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, എസ്പെഷ്യലി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ പറയുന്ന വ്യക്തി കേരളത്തിൽ ഉടനീളം നടന്ന് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? ഇപ്പം നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ
ഈ പറയുന്ന ഷാഫി പറമ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ, അതുപോലെ പല കോൺഗ്രസിൻ്റെ നേതാക്കളും KC വേണുഗോപാൽ, VD സതീശൻ, അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി അങ്ങനെ കേരളത്തിലുടനീളം സഞ്ചരിച്ച് LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു പണിയെടുത്തിട്ടുണ്ടോ, ഒരു പ്രചരണം നടത്തിയിട്ടുണ്ടോ? ഇല്ല താനും. അപ്പോൾ ഈ പറയുന്ന ഷിയാസുമായിട്ട് കോടിയേരി സഖാവിൻ്റെ മകന് ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വീഡിയോ ചെയ്തത് അല്ലേ? ആണ്. അപ്പോൾ കണ്ണൂരിൽ കിടക്കുന്ന കോടിയേരി സഖാവിൻ്റെ മകൻ ബിനീഷും ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ ബ്ലോക്ക് പഞ്ചായത്ത് തെക്കുംപോകമ്പ ഡിവിഷനിൽ മത്സരിച്ച TS ഷിയാസുമായിട്ട് എന്താണ് ബന്ധം? അമ്മായിയുടെ മോനാണോ? അല്ല. അമ്മാവൻ്റെ മോനാണോ? അല്ല. എളാമയുടെ മോനാണോ? അല്ല. പിന്നെന്താ ബന്ധം? അനിയത്തിയുടെയോ അല്ലെങ്കിൽ സഹോദരിമാരുടെയോ ഭർത്താവാണോ? അല്ല. ഒരു ബന്ധവുമില്ല. ഇനി രക്തബന്ധമില്ല. ഇനി അയൽവാസിയാണോ? അതുമല്ല. പിന്നെന്താ ബന്ധം? ബന്ധം DYFI-കാരനാണ്. ഏത് DYFI-കാരൻ? DYFI-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റോ, അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റോ, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ, അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗോ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗോ? ഒന്നുമല്ല. ഇതൊന്നുമല്ലാത്ത ഈ TS ഷിയാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എന്താണ് ബിനീഷ് കോടിയേരിയുടെ ബന്ധം? ആ ബന്ധം അന്ന് നമ്മൾ വീഡിയോ ചെയ്തത് എല്ലാവരും കണ്ടിട്ട് നമ്മളത് തള്ളി. ബിനീഷ് കോടിയേരി വീഡിയോ ചെയ്തു സോഷ്യൽ മീഡിയയിൽ, നമ്മളത് കണ്ടിട്ട് തള്ളി. പക്ഷേ ഇന്ന് നമുക്ക് ആ ബന്ധം എന്താണെന്ന് മനസ്സിലായത് ഇന്നാണ്. അതായത് 2025 ഡിസംബറിൽ ഈ വ്യക്തിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രചരണ വീഡിയോവുമായിട്ട് ബിനീഷ് കോടിയേരി വരുന്നു. എല്ലാവരും കണ്ടപ്പോൾ സാധാരണഗതിയിൽ ഒരു സഖാവിനെ വിജയിപ്പിക്കാൻ വേണ്ടി വീഡിയോ ചെയ്തതാണ്. എന്നാൽ ഈ വ്യക്തിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, ഈ വ്യക്തിയുമായിട്ട് ബിസിനസ് ബന്ധമുണ്ട്. എന്താ ബിസിനസ്? ഇറച്ചി കച്ചവടമാണോ? അല്ല. കോഴി കച്ചവടമാണോ? അതുമല്ല. പിന്നെന്താ? ഹോട്ടൽ ബിസിനസ്സാണോ? അതുമല്ല. പിന്നെന്താ? പലചരക്ക് കടയുടെ ബിസിനസ്സാണോ? അരിക്കച്ചവടമാണോ? അല്ല. പിന്നെന്ത് ബിസിനസ്സാ? നിങ്ങൾ പറ, എന്താ ബിസിനസ്? ബിസിനസ് എന്ന് പറയുന്നത് അതാണ് ഇന്നലെ പിടിക്കപ്പെട്ട ബിസിനസ്. വളരെ രഹസ്യമാക്കി നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്. ഏത് ബിസിനസ്? ഇതേ ബിസിനസ് നടത്തിയതിൻ്റെ പേരിലാണ് ബിനീഷ് കോടിയേരി ജയിലിൽ കിടന്നത്. ഇതേ ബിസിനസ് നടത്തിയതിൻ്റെ പേരിലാണ് ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്തത്. മനസ്സിലായില്ലേ? ആ ബിസിനസ് തന്നെ. യെസ്, വളരെ കൃത്യമായിട്ട് ബിസിനസ് അതാണ് ബിസിനസ്. നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. പറഞ്ഞു കൊടുക്കണം സഖാക്കള്. കോടിയേരി സഖാവിൻ്റെ മകന് ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു. കോടിയേരി സഖാവിൻ്റെ മകൻ കഴിഞ്ഞ ദിവസം പോലും ഇപ്പോൾ 24-ൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ട് അന്ന് കോടിയേരി സഖാവിൻ്റെ മകൻ പറഞ്ഞത്, നമുക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്, അതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മളെ തിരുത്തുന്നതാണ് ഈ പറയുന്ന ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യന്മാർ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഫിലോസഫി അടിക്കുകയുണ്ടായി. പക്ഷേ ഇന്നൊരു കാര്യം വ്യക്തമായിരിക്കുന്നു. കോടിയേരി സഖാവിൻ്റെ മകൻ ബിനീഷ് കോടിയേരി ആ പരിപാടി നിർത്തിയിട്ടില്ല. ആ പരിപാടി വളരെ കൃത്യമായി, വളരെ മികച്ച പദ്ധതിയുമായി പിടിക്കപ്പെട്ടു എന്നുള്ള ആ പോരായ്മ കൂടി നികത്തിയിട്ട് ഇനി ഒരിക്കലും പിടിക്കപ്പെടരുത് എന്നുള്ള രീതിയിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് കോടിയേരി സഖാവിൻ്റെ മകൻ ബിനീഷ് കോടിയേരി ആ പരിപാടി, ആ ബിസിനസ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ബന്ധമാണ് ഈ പറയുന്ന ഇടുക്കി ജില്ലക്കാരനായിട്ടുള്ള തൊടുപുഴയിലെ തെക്കുംപോകം ഡിവിഷനിൽ മത്സരിച്ച് 8 നിലയിൽ പൊട്ടി മൂഞ്ചിയ TS ഷിയാസ് എന്ന് പറയുന്ന ഈ കടത്തുകാരനുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഷിയാസിൻ്റെ ബോസ് ആരാണ്? ഷിയാസിൻ്റെ ബോസ് എന്ന് പറയുന്നത് ബിനീഷ് കോടിയേരിയാണ്. ബിനീഷാണ് ബോസ്. ബി ഫോർ ബോസ്. ഹു ഇസ് ദ ബോസ്? ബിനീഷ് ഈസ് ദ ബോസ്. ബി ഫോർ ബോസ്. ഹു ഇസ് ദ ബോസ്? ബിനീഷ് ഈസ് ദ ബോസ്. മനസ്സിലായില്ലേ? അവിടെ ഈ ഷിയാസ് എന്ന് പറയുന്നവൻ DYFI-കാരൻ തെക്കുംപോകം ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി. ഞാൻ വീണ്ടും ഈ പരാജയപ്പെട്ടത് എന്ന് പറയുന്നത് എന്തറിയോ? അത് കേൾക്കുമ്പോൾ തന്നെ സഖാക്കൾക്ക് വലിയ ക്രിമികടിയാണ്.
തെരഞ്ഞെടുപ്പ് തോറ്റി എന്ന് പറയുമ്പോൾ തന്നെ വലിയ അടങ്ങറ, അത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഞാനത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടി എസ് ഷിയാസുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ബി ഫോർ ബന്ധം, ബി ഫോർ ബിനോയ്, ബിനോയ് ഫോർ ബിനീഷ്, ബി ഫോർ ബോസ്. അതാണ് ബന്ധം, ബി ഫോർ ബന്ധം. മനസ്സിലായില്ലേ? അതല്ലാതെ ഒരു പൊക്കിൾക്കുഴി ബന്ധം ഈ ബിനീഷ് കോടിയേരിയും ഈ പറഞ്ഞ പിടിക്കപ്പെട്ട ഷിയാസ് ഡിവൈഎഫ്ഐക്കാരൻ, ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ടി എസ് ഷിയാസുമായിട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല. പൊക്കിൾക്കുടി ബന്ധവും ഇല്ല, ചെങ്കൊടി ബന്ധവും ഇല്ല. ബന്ധമുള്ളത് ഈ പറയുന്ന ബി ഫോർ ബിസിനസ്, ബി ഫോർ ബിനീഷ്, ബി ഫോർ ബോസ്. അതാണ് ബന്ധം. ബിസിനസ് എന്താണ് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം കണക്ഷൻ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. കണക്ടിവിറ്റി, റിലേഷൻ, ആ ഒരു ചെയിൻ, ബ്രേക്ക് ചെയ്യാത്ത ആ ചെയിൻ, അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതാണ് സഖാവ് ബിനീഷ് കോടിയേരിയുടെ ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ അന്ന് എന്ത് ബിനീഷ് കോടിയേരി ഒരു ഡിവിഷനിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് എന്ന് കൺഫ്യൂഷനായ ആളുകൾക്കൊക്കെ ഇപ്പം മനസ്സിലുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഷിയാസിന് വേണ്ടിയിട്ട് ബിനീഷ് കോടിയേരി പ്രചരണം നടത്തിയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ്, അതാണ് രത്നച്ചുരുക്കം എന്ന് പറയുന്നത്.